ഈ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ പണി കിട്ടും കേട്ടോ. കാരണം ഇത് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താനേ തോന്നില്ല, അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു ശ്രീലങ്കൻ ഡെസേർട്ട് ആണ്, ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് കരിപ്പട്ടിയോ അതല്ലെങ്കിൽ സാധാരണ ശർക്കരയോ ചേർത്ത് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ മുട്ടയാണ്, എല്ലാത്തിലും 2 ഉണ്ണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അരമുറി തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കായും ചേർത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിന്റെ തേങ്ങാപ്പാൽ നമ്മുടെ മുട്ടയിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നല്ലപോലെ ചൂടാറിയ ശേഷം ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വേവിക്കാൻ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഹൈറ്റ് ഒന്നും ഇല്ലാതെ കുറച്ച് പരന്ന പാത്രത്തിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അതല്ല കുറച്ച് ഹൈറ്റിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് കൂടുതൽ എടുക്കും കേട്ടോ. അപ്പോൾ ഇതേ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ശ്രീലങ്കൻ വട്ടലാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.